കയറി വന്നപ്പോൾ തന്നെ കേട്ടത് സണ്ണിക്കുരു സാറിൻ്റെ നല്ല പ്രചണ്ഡമായ ശബ്ദമാണ്. അത് കേട്ടുകൊണ്ടാണ് കുട്ടി കയറി വന്നത്. ഒരു പെർഫെക്റ്റ് വോയിസ് കേട്ടുകൊണ്ടാണ് ഈ സ്ഥലത്തിൻ്റെ ഒരു ആഠ്യത കൂടി പിടിച്ച് ഒതുങ്ങുക. ദൈവത്തിൻ്റെ സാധാരണ ക്രിസ്മസ് കഴിയുമ്പോൾ ക്രിസ്മസിൻ്റെ വൈബ് വളരെ പെട്ടെന്ന് ഡിമിനിഷ് ചെയ്യും. ക്രിസ്മസിൻ്റെ ഊണോടുകൂടി നമുക്കെല്ലാം കഴിയും. പക്ഷെ അതിനെ സസ്റ്റെയിൻ ചെയ്ത് നിർത്തുക ഒരു ഹെസാണസ് ജോബാണ്. ഞാൻ ഈരിങ്ങായ സമയത്ത് നമുക്കൊരു ജനറൽ ഫെസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ മനഃപൂർവ്വം ജാനുവരി 30 ഡിസംബർ 30 ജനുവരി 1 പ്രഖ്യാപിക്കുമായിരുന്നു. അതിൻ്റെ ലക്ഷ്യത്തിലായിരുന്നു ക്രിസ്മസിൻ്റെ നമ്മുടെ സ്ഥലത്ത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ശുഭച്ചൻ സാധനത്തിലും അല്ലാതെ റോബിയിൽ നിന്നും എനിക്കറിയാം. ഒരേ സമയം ഒരു മൾട്ടി ഫേഷ്യറ്റഡ് മൾട്ടി ടാലന്റഡ് പേഴ്സണാലിറ്റിയാണ്. യോഗമായിട്ട് നിൽക്കണമെങ്കിൽ അത് വേണം. ദൈവം കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടെ ചേർത്ത് ഇങ്ങനെ വെച്ചിരിക്കും. നിങ്ങൾക്കൊരു ഭാഗ്യത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും വസന്തത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും കൃപയുടെയും കാലമാണ്. മൈനോൺ കാലം അത് നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് സഭ എത്തിച്ചൊലിക്കുന്നത്. അത് നിങ്ങൾ പറഞ്ഞു പോകുന്നത്. ക്രിസ്മസിൻ്റെ മെസ്സേജുകൾ കേട്ട് നിർമ്മിച്ചവരോട് ശരിക്കും പറയാൻ ക്രിസ്മസിൻ്റെ മെസ്സേജ് വരുന്നതാണ്. ഞാനത് പറയുന്നില്ല, പറഞ്ഞിട്ടുള്ള ഭാഗപ്പെടുത്തുന്നില്ല. ഒരു കാര്യം ഞാൻ പറയാം. ശത്രു വിട്ടുകൊടുക്കാൻ പഠിച്ചു, ആരാധിക്കാൻ മനസ്സ് വിട്ടുകൊടുക്കാൻ പഠിച്ചു. അങ്ങനെ ക്രിസ്മസ് മരിച്ചു. എന്നാൽ വെറും കാലികൾ, വെറും മൃഗങ്ങൾ അവർക്കുള്ളത് വിട്ടുകൊടുക്കാൻ പഠിച്ചു. അവിടെയാണ് ക്രിസ്മസ്. എൻ്റെ വോയിസ് എനിക്ക് നിങ്ങളുടെ ജീവിതത്തിൽ പറയാൻ ഒരു മെസ്സേജ് തരുമ്പോൾ ഞാൻ എനിക്കില്ലെങ്കിൽ എഫക്റ്റ് വെച്ച് കേട്ടിട്ടുള്ളൂ. ഇന്ത്യക്ക് പുറത്ത് ശുശ്രൂഷിക്കുന്നു ഒരു ക്രിസ്മസ് ദിവസം ഒരു രാത്രി കുർബാനയുടെ സമയത്ത് ഞാൻ നേരിട്ട് ഫീൽ ചെയ്തൊരു ക്രിസ്മസ് മെസ്സേജ് ഉണ്ട്. കുർബാന അർപ്പിക്കുന്ന സമയത്ത് അത് ഖത്തറിലാണ്. ഒരു 14,000 മനുഷ്യർ മലയാളികൾ കുർബാന കൂടാൻ വന്നാൽ 14,000 മനുഷ്യർ കുർബാന കൂടാൻ വന്നാൽ. അപ്പം ഞാൻ ഓർത്തു, അവിടുത്തെ അച്ഛനോട് കുർബാന അർപ്പിക്കാൻ പറഞ്ഞു. ഞാൻ ഗസ്റ്റായിട്ട് വിളിച്ചെന്നു. പ്രശ്നം അച്ഛൻ പറഞ്ഞോളാന്ന് പറഞ്ഞു. പക്ഷെ സമയമായപ്പോൾ അച്ഛൻ പറഞ്ഞു കുമ്പസാരിക്കാൻ ധാരാളം ആളുകൾ, അതുകൊണ്ട് അച്ഛൻ തന്നെ പ്രസംഗം പറഞ്ഞു. ഞാൻ ഉള്ളുകൊണ്ട് ഇങ്ങനെ ചിന്തിച്ചു, ഒരു ക്രിസ്മസ് മെസ്സേജ് പറയാനുള്ള അച്ഛനൊക്കെ പാട് എല്ലാ കഥകളും നടക്കുന്നു, എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാം എന്നോർത്ത് ദൈവജനത്തിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോഴേ ഞാൻ ഒരിക്കലും മനുഷ്യൻ കരുതുന്നുമല്ല ഐപ്രോ പോലൊക്കെ പറന്നുപോയി. പലരും ഞാൻ ആഗ്രഹിക്കാത്ത ഒരു ചോദ്യം യേശുമിശിഹായുടെ നാവിലേക്ക് വെച്ചിരുന്ന ചോദ്യമാണ്, മഞ്ഞു പൊഴിയുന്ന ഈ കാലത്ത് എന്തിനായി ക്രിസ്തുമിശിഹ പറഞ്ഞത്? നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? എത്രയോ നല്ല സീസൺ ജൂഡയ രാജ്യത്തുണ്ട്. പക്ഷേ ഈ മഞ്ഞിന്റെ നടുവിൽ തണുപ്പിന്റെ സ്ഥലത്തിൽ എമ്മാനുവേൽ തമ്പുരാൻ പറഞ്ഞത് എന്താണെന്ന് എൻ്റെ ഒറ്റ കുടപ്പുറവുകളെ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ചിന്തിച്ചതൊന്നും ചോദിച്ചതല്ല. എനിക്ക് ബസ് സ്പോണ്ടേനിയസ് ക്വസ്റ്റ്യൻ ഉള്ളേ. പക്ഷെ അതിൻ്റെ ഉത്തരം എൻ്റെ മനോധാരയിൽ എൻ്റെ ബുദ്ധിയിൽ നിന്നും പ്രതിഭയിൽ നിന്നുമല്ല. കർത്താവ് എനിക്കിങ്ങനെ പറഞ്ഞു തരിക, നീ നിന്റെ ജനത്തോട് പറ, അവരുടെ മനസ്സ് മരവിച്ച് മടുത്ത് ഫ്രോസനായി മഞ്ഞ് പോലെ മരവിച്ച് കിടന്നാലും ആ മരവിപ്പിൻ്റെ അകത്തൊരു പുതിയ പുലരി പുറക്കും എന്നവരെ പഠിപ്പിക്കാനാണ് മഞ്ഞത്തന്റെ ജനം. അപ്പൊ പാതിരാത്രിയിലും അലാറം വെച്ചുള്ള പ്രസവം ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും കേട്ടിട്ടുള്ളൂ അല്ലെ? ഉൾക്കൂട്ടിൽ നിന്ന് ഉണ്ണി വിഷയം കൊണ്ടുവയ്ക്കുന്നതും 12 മണിക്ക്. എന്തുകൊണ്ട് ഈ പാതിരായ്ക്ക്? എൻ്റെ ഉള്ളിൽ ഇങ്ങനെ പറഞ്ഞു, ശരിയാണെന്ന് എനിക്കറിയില്ല. ഞാൻ ജനത്തോട് പറഞ്ഞു, എന്നെ പ്രിയപ്പെട്ട ജനങ്ങൾ, നമ്മുടെ മനസ്സറിഞ്ഞ് പാപം ചെയ്ത് ഒരു പാതിരാത്രി സൃഷ്ടിച്ചാൽ, മനസ്സറിഞ്ഞ് പാപം ചെയ്ത് ഒരു പാതിരാത്രി സൃഷ്ടിച്ചാലും ക്രിസ്തു നിന്നെ ഒറ്റപ്പെടുത്തില്ല. അപ്പൊ കാലുകൾ പറഞ്ഞു, നമുക്കെല്ലാം ചില അനിമൽ നേച്ചർ, നമുക്കെല്ലാം ചില കെട്ടമുള്ള സ്വഭാവങ്ങളുണ്ട്. പക്ഷെ അത് ഒരുപാട് പേർക്ക് അറിയില്ല. നമ്മളോട് നിത്യം വസിക്കുന്ന, കൂടെ കിടന്നവരെ രാപ്പനെ അറിയുമെന്ന് പറഞ്ഞതുപോലെ നമ്മളോട് കൂടെ നിരന്തരം വസിക്കുന്നവർക്കറിയാം. അവർക്ക് ഒരു ദിവസം സഹിക്കാൻ പറ്റും, 2 ദിവസം സഹിക്കാൻ പറ്റും, പിന്നെ അവർ ഓർക്കില്ല. സം സോർട്ട് ഓഫ് അനിമൽ നേച്ചർ. നമ്മുടെ വീട്ടുകാർ പറയും, മനുഷ്യ നിങ്ങൾ നാട്ടുപുറത്തൊക്കെ എന്ത് തന്നെ മനുഷ്യനാണ്, നിങ്ങളുടെ ഈ കെട്ട സ്വഭാവം ഒരുപക്ഷെ നമ്മളെ ഏറ്റവും അടുത്തറിയുന്നവർക്ക് അറിയാം. ചില അനിമൽ നേച്ചർ അതിലും മടുക്കാതെ
ഡൈജസ്റ്റ് ചെയ്യുന്ന ഒറ്റ ഒരാളെ ക്രിസ്തുമസിക്ക. എന്തൊരു വലിയ പ്രതീക്ഷയാണ് ക്രിസ്തു നമുക്ക് നൽകുന്നത്. നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറമാണ്. നമ്മുടെ കെട്ട അനിമൽ നേച്ചറിലെ നമ്മുടെ ചാണകഗന്ധത്തിന്റെ നടുവിലും മിശിഹ സംതൃപ്തനാണ്. അതുപോലൊരു ദൈവത്തെ നമുക്ക് ഇനി കാണാൻ പറ്റുമോ? കർത്താവിന്റെ മഹത്വം നിങ്ങളെല്ലാവരുടെയും മേലെ പ്രകാശിക്കുന്നത്. മയിൽമണ്ണിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. എൻ്റെ കൂടെ ശുശ്രൂഷ ചെയ്യുന്ന വിഷ്ണുവിൻ്റെ വിവാഹം നടന്നത് ഈ നാളിൽ, അവൻ്റെ വിവാഹ നിശ്ചയവും നടന്നത് ഇവിടെ വന്നപ്പോൾ തന്നെ നമ്മുടെ ഓഫീസിൽ വെച്ച് നമ്മുടെ ട്രസ്റ്റിമാരും ശുശ്രൂഷകരും അന്ന് തന്നെ വലിയ ബന്ധം കാണിച്ചു. പിന്നീട് ഷിബുച്ചനെ റോബിയിലൂടെ കാണാൻ പറ്റി, ഷിബുച്ചനെ കുറിച്ച് റോബിയിലൂടെ കേൾക്കാൻ പറ്റി, ഷിബുച്ചൻ ചെയ്യുന്ന വ്യതിരിക്ത ശുശ്രൂഷകളെ കുറിച്ച് കേൾക്കാൻ സാധിച്ചു. സൺഫിലിപ്പ് സാർ പറഞ്ഞതുപോലെ നിമിഷങ്ങൾ കൊണ്ട് യൂത്തിനെ ട്രിഗർ ചെയ്യുന്ന സ്വർഗീയ വാസനയെ കുറിച്ച് കേൾക്കാൻ കഴിഞ്ഞു. അപ്പം അത് നിങ്ങൾക്ക് ഭാഗ്യമായി പരിഗണിക്കട്ടെ. നമ്മൾ അടുത്തടുത്താണല്ലോ ഇനി കാണാൻ കേൾക്കാൻ ബന്ധപ്പെടുത്ത നല്ല വാക്കുകൾക്ക് ഒത്തിരിമായ സ്വാഗതത്തിന് ഹൃദയത്തിന് നന്ദി. സാറിൻ്റെ വോയിസ് ആവശ്യപ്പെടുമ്പോൾ വിളിക്കുമ്പോൾ വരണേ. ധാരാളം നന്ദി. താങ്ക് യു.